വിഴിഞ്ഞത്ത് നിന്നും കൊച്ചിയിലേക്ക് വന്ന MSC എൽസ 3 എന്ന ലൈബീരിയൻ കപ്പലിൽ നിന്നുമുള്ള കണ്ടെയ്നറുകൾ കരക്കടിഞ്ഞു തുടങ്ങി. കപ്പലിൽ നിന്നുള്ള എണ്ണച്ചോർച്ച അടക്കം നേരിടാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ എന്തൊക്കെയാണ് കപ്പലിലെ കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നത്? നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ എത്രത്തോളം ആശങ്കപ്പെടണം? കണ്ടെയ്നറുകൾ പൂർണ്ണമായും കടലിൽ പതിച്ചതോടെ കടുത്ത പാരിസ്ഥിതിക പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. പുറത്തു വന്ന കണക്കുകൾ പ്രകാരം 640 കണ്ടെയ്നറുകളും വഹിച്ചുകൊണ്ടിരുന്ന കപ്പലിൽ 84.44 മെട്രിക് ടൺ ഡീസലും 367.1 മെട്രിക് ടൺ ഫർണസ് ഓയിലും അതിൽ 13 അപകടകരമായ ചരക്കുകളും 12 കാൽസ്യം കാർബൈഡും അടങ്ങിയതായിരുന്നു. എല്ലാ കണ്ടെയ്നറുകളിലെയും വസ്തുക്കളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എങ്കിലും കപ്പലിലെ കണ്ടെയ്നറുകളിലെ കാൽസ്യം കാർബൈഡ് വളരെ അപകടകാരിയാണ്. ഒപ്പം തന്നെ കപ്പലിൽ നിന്നുള്ള എണ്ണച്ചോർച്ച ഉണ്ടാക്കാനിടയുള്ള പാരിസ്ഥിതിക ആഘാതം വളരെ വലുതാണ്. ഈ വർഷം മൺസൂൺ മഴ നേരത്തെ എത്തിയതോടെ മത്സ്യങ്ങൾ കൂടുതൽ സജീവമാവുകയും വേഗത്തിൽ പ്രജനനം നടത്തുകയും ചെയ്യും. ഇതുവഴി മത്സ്യത്തൊഴിലാളികൾക്ക് വളരെ അനുകൂല സാഹചര്യമായിരുന്നു. അതിനിടെയാണ് ഇത്തരത്തിലുള്ള വെല്ലുവിളി. എണ്ണച്ചോർച്ച ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ആദ്യം ബാധിക്കുക മത്സ്യങ്ങളെയും കടൽ പക്ഷികളെയും മറ്റ് കടൽ ജീവികളെയുമാണ്. പവിഴപ്പുറ്റുകൾ, കണ്ടൽക്കാടുകൾ എന്നിവയാൽ സമ്പന്നമായ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലെ ആവാസ വ്യവസ്ഥയെ എണ്ണച്ചോർച്ച സാരമായി ബാധിക്കും. കപ്പലിലെ ഇന്ധനത്തിന് സാന്ദ്രത കുറവായതിനാൽ ഇത് ചോരുമ്പോൾ കടലിൽ എളുപ്പത്തിൽ പടരുന്നു. ഇത്തരത്തിൽ വെള്ളത്തിൽ പടരുന്ന എണ്ണ പിന്നീട് വെള്ളത്തിന് മുകളിൽ ഒരു പാളിയായി രൂപപ്പെടും. ഇത് കടലിനകത്തേക്ക് സൂര്യപ്രകാശം കടക്കുന്നു തടയും. ഇതുവഴി സമുദ്ര സസ്യങ്ങളിലെയും ഒപ്പം തന്നെ ഫൈറ്റോ പ്ലാങ്ടൺ എന്ന ആൽഗയിലെയും പ്രകാശ സംശ്ലേഷണത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ആൽഗകൾ ഭൂമിയുടെ കാലാവസ്ഥയിലും കാർബൺ ചക്രത്തിലും നിർണായക പങ്ക് വഹിക്കുന്നവയാണ്. ഒപ്പം തന്നെ സമുദ്രത്തിലെ ഭക്ഷ്യശൃംഖലയിലും ഇവ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. പക്ഷികളുടെ തൂവലുകളിൽ എണ്ണ പുരളുന്ന മൂലം അവയുടെ ഇൻസുലേഷൻ കഴിവുകൾ നഷ്ടപ്പെട്ടേക്കാം. ഇത് ഹൈപ്പോതെർമിയയിലേക്കും മുങ്ങിമരണത്തിനും കാരണമാകും. മത്സ്യങ്ങളുടെ പ്രത്യുൽപാദനത്തിലും വളർച്ചയിലും വെല്ലുവിളികൾ നേരിട്ടേക്കാമെന്ന് US പരിസ്ഥിതി സംരക്ഷണ ഏജൻസിയുടെ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഏതുതരം എണ്ണയാണ് ചോർന്നത്, ചോർച്ചയുടെ അളവ്, കാലാവസ്ഥ, ലോലമായ ആവാസ വ്യവസ്ഥയുടെ സാമീപ്യം തുടങ്ങിയ ഘടകങ്ങൾ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളുടെ വ്യാപ്തിയെ സ്വാധീനിക്കും. 12 കണ്ടെയ്നറുകളിലായി കാൽസ്യം അസറ്റൈലൈഡ് എന്നറിയപ്പെടുന്ന കാൽസ്യം കാർബൈഡാണ് ഉണ്ടായിരുന്നത്. ഇത് നിറമില്ലാത്ത ഒരു ഖരവസ്തുവാണ്. രാസവ്യവസായത്തിലെ നിർണായക അസംസ്കൃത വസ്തുവായ അസറ്റിലീൻ വാതകം ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ഈ സംയുക്തം പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഈ രാസവസ്തു കടലിൽ കലരുന്ന വഴി കടൽ വെള്ളത്തിന്റെ ക്ഷാരത വർദ്ധിക്കാൻ കാരണമാകും. കടൽ ജീവികളുടെ ആരോഗ്യം, പുനരുൽപാദനം, നിലനിൽപ്പ് എന്നിവയ്ക്ക് ഒരു പ്രധാന ഘടകമായ pH ലെവലിൽ മാറ്റം വരുന്നതിലൂടെ കടലിലെ ആവാസ വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യും. കപ്പലിൽ നിന്നുള്ള വലിയ ചോർച്ച സമുദ്രജീവികളെയും മത്സ്യബന്ധനത്തെയും പ്രാദേശിക ഉപജീവന മാർഗങ്ങളെയും ബാധിക്കുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. തെക്കൻ തീരദേശ മേഖലകൾ മലിനീകരണ സാധ്യതയുള്ളതിനാൽ സാധ്യമായ രീതിയിൽ പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്നതിനുള്ള നടപടി ഉടൻ ആരംഭിക്കാനാണ് സർക്കാർ നീക്കം. നൂതന എണ്ണച്ചോർച്ച മാപ്പിംഗ് സാങ്കേതിക വിദ്യയുള്ള ഒരു ICG വിമാനം വഴി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. നിലവിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാകുന്നത് പ്രതികൂല കാലാവസ്ഥയാണ്. ഗുരുതരമായ സന്ദർഭങ്ങളിൽ എണ്ണച്ചോർച്ചയുടെ ആഘാതം പതിറ്റാണ്ടുകളോളം നീണ്ടു നിൽക്കാം. മെക്സിക്കോ ഉൾക്കടലിൽ 2010 ഡീപ്പ് വാട്ടർ ഹൊറൈസോൺ എന്ന എണ്ണച്ചോർച്ച ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ എണ്ണച്ചോർച്ചകളിലൊന്നാണ്. 2010 ഏപ്രിൽ 20 മുതൽ 87 ദിവസത്തിനുള്ളിൽ 4 ദശലക്ഷം ബാരലധികം എണ്ണ മെക്സിക്കോ ഉൾക്കടലിലേക്ക് ഒഴുകി. ഇത് കടുത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് പിന്നീട് സൃഷ്ടിച്ചത്. നിലവിൽ കപ്പലിലെ കണ്ടെയ്നറുകളിലെ അപകടകരമായ വസ്തുക്കൾ ഏതൊക്കെയാണ്, അവ കടലിലെ മറൈൻ ലൈഫിൽ ഉണ്ടാക്കുന്ന ആഘാതം എത്രത്തോളമാണെന്നും വരും ദിവസങ്ങളിൽ മാത്രമേ മനസ്സിലാകൂ.